ഗുഡ് മോർണിംഗ് ഓൾ. സോ വെയിറ്റ് ഈസ് ഓവർ. സി ഇന്റർമീഡിയറ്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ മലയാളം ലെക്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ലാസ്റ്റ് അറ്റംപ്റ്റ്സിലോട്ട് നമ്മൾ ലെക്ചർ ഇറങ്ങിയ സമയത്ത് പല സ്റ്റുഡൻസും ചോദിച്ചുള്ള ചോദ്യമാണ്, സാറേ മലയാളം ലെക്ചർ എപ്പോഴാണ് നമുക്ക് റിലീസ് ആവുക എന്നുള്ള കാര്യം. സോ നമ്മൾ ഇന്ന് നമ്മുടെ വെരി ഫസ്റ്റ് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കേണ്ടത്, ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. സോ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒരിക്കലും ഒരു തിയറി സബ്ജക്റ്റ് അല്ല. ഓക്കെ, അത് ഒരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് വഴിയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് വഴിയും ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്കത് വളരെ ഹാപ്പി ആയിട്ട് ഈ പറയുന്നത് പോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, വളരെ ഹാപ്പി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തന്നെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് 3R മെത്തഡോളജി. ഓക്കെ, ഞാൻ ആദ്യം ഈ 3R മെത്തഡോളജി എന്താണ് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആദ്യം നമ്മൾ ഒരു കോൺസെപ്റ്റിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എക്സാമ്പിൾ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. ഈ രജിസ്റ്റർ ചെയ്ത കോൺസെപ്റ്റ് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ ടെക്സ്റ്റിലുള്ള രീതിയിലുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ റിവൈസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ എക്സാമിന്റെ സമയത്ത് നമ്മൾ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ തന്നെ, ഈവൻ സ്റ്റുഡൻസ് ഒക്കെ പറയാറുണ്ട്, സാറേ ബസ്സിൽ പോകുന്ന സമയത്ത് അടക്കം ഞങ്ങൾ ഈ പറയുന്ന ഓഡിയോ റിവിഷൻ ക്യാപ്സ്യൂൾസ് കേൾക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, റീകോൾ ചെയ്യും. സോ ഈ 3R ഈസ് യുവർ മാജിക്കൽ ഫോർമുല ഫോർ ദ സക്സസ്. ഈ 3R നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഐ അഷ്വർ യു മോർ ദാൻ 45+ മാർക്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് FM-ന്റെ കൂടെയാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് അഗ്രഗേറ്റിനെ അടക്കം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തും ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ആ ഒരു സബ്ജക്റ്റിലോട്ട് ഇറങ്ങിച്ചെല്ലാണ് അല്ലേ. നമ്മൾ കൂടുതൽ ഈ ഒരു ജേണിക്കകത്ത് കൂടുതലായിട്ടുള്ള പല ടെർമിനോളജീസിനെ കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ടെർമിനോളജീസിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്താ, ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. രണ്ടാമതൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, വെദർ ഇറ്റ് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഓഡിറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ, ഫസ്റ്റ് നിങ്ങൾ ഒരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ ഓരോ ചാപ്റ്ററിനകത്തും ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യണം. ഈ ഇൻഡെക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ സ്റ്റാർ മാർക്ക് ചെയ്ത് വെക്കണം. സോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻഡെക്സ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, നമുക്കിത് ലാസ്റ്റ്, അതായത് ഞാൻ ജസ്റ്റ് ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റിൽ ആയതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. സോ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചെക്ക് ചെയ്യാം. സോ ആദ്യമായിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക്, എല്ലാവരും ഫുൾ പവറിൽ ഇരുന്നേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി എന്നുള്ള വേർഡിന്റെ മലയാളം മീനിങ് എന്താ, തന്ത്രം അല്ലേ. ഈ സ്ട്രാറ്റജി എന്നുള്ള വേർഡ് ആക്ച്വലി വന്നിട്ടുള്ളത് സ്ട്രാറ്റേജിയ എന്നുള്ള ഗ്രീക്ക് വേർഡ് എന്നാണ്. ഓക്കെ, സ്ട്രാറ്റേജിയ എന്നുള്ള വാർ ടെർമിനോളജീസിലും ഒക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്ട്രാറ്റേജിയ എന്നുള്ള വേർഡ്. നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇപ്പം IPL കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം ലാലിക കാണുന്ന ആൾക്കാരാണ്, ഫുട്ബോൾ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിൻ്റെയൊക്കെ അവൻ്റെ സ്ട്രാറ്റജി, മെസ്സിയുടെ ഡ്രിബ്ലിങ് അല്ലെങ്കിൽ എംബാപ്പയുടെ സ്പീഡ്, ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കുറച്ച് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ് ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ എപ്പോഴും ബിസിനസ് എന്ന് പറയുന്നതും ഒരു യുദ്ധമാണ്. ഓക്കെ, ഈ ബിസിനസ് എന്ന് പറയുന്ന യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ രീതിയിലുള്ള ഈ പറയുന്ന പോലെ തന്ത്രങ്ങൾ പയറ്റുന്നു. സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പണ്ടൊക്കെ അല്ലേ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, നിങ്ങളും ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മളൊക്കെ എങ്ങനെയാണ് നെറ്റ് റീചാർജ് ചെയ്തിരുന്നത്, 100 MB അല്ലേ, 3 ദിവസത്തിന് 100 MB. എന്നിട്ട് നമ്മൾ ബാലൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, ഓക്കെ ഇത്ര MB ബാക്കിയുണ്ട് എന്നുള്ള രീതിയിലുള്ള ബാലൻസും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോഴാണ് ആര് വരുന്നത്,
ഈ പറയുന്നത് പോലെ തന്നെ അംബാനി വരുന്നത്. ഓക്കെ, അംബാനി ഇപ്പോൾ വരും കേട്ടോ. അംബാനി ഈ പറയുന്നത് പോലെ തന്നെ 1 മിനിറ്റ് അതാ ജിയോ ദ ഡിജിറ്റൽ റവല്യൂഷൻ അല്ലേ. ഫസ്റ്റ് ആര് വന്നു? ഈ പറയുന്ന പോലെ 2016 നമ്മുടെ അംബാനി വന്നു. 2016 അംബാനി വന്നിട്ട് അംബാനി വരുന്ന സമയത്ത് അംബാനി ജിയോ ഇറക്കി. ഈ ജിയോ ഇറക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അതിലോട്ട് ഈ പറയുന്ന പോലെ മാറുമോ? ഞാൻ ഓൾറെഡി വോഡഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഐഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എയർടെൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ, പെട്ടെന്ന് ഉപഭോക്താക്കളെ എന്ത് ചെയ്യണം? അയാളുടെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? അയാൾ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തേ? അയാൾ ഈ പറയുന്നത് പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള നെറ്റ്, ഫ്രീ ആയിട്ടുള്ള കോള് കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെയാണ് എന്ത് ഈ പറയുന്ന പോലെ അംബാനി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, തന്ത്രം. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ പറയുന്ന ജിയോയുടെ എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ ബേസിക്കലി പറയേണ്ട കാര്യം എന്താണ്? റെഫേഴ്സ് ടു ദ ലോങ് ടേം ബ്ലൂ പ്രിന്റ്. അംബാനി എപ്പോഴാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജിയോ എപ്പോഴാണ് തുടങ്ങുന്നത്? 2016 അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2016-17 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജിയോന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തായിരിക്കും അവരുടെ ഈ പറയുന്നത് പോലെ പ്രോഫിറ്റ്? നില്ലായിരിക്കും അല്ലെ. 2016-17 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ജിയോന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ആ സമയത്ത് തന്നെ ഓക്കെ ബിസിനസ് നിർത്തി പോകാം, നമ്മുടെ പരിപാടി പൂട്ടി എന്ന് പറഞ്ഞിട്ട് അംബാനി പോവാണോ ചെയ്യുക? അല്ല. അംബാനി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ലോങ് ടേമിലോട്ടാണ് അംബാനി എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. സോ ലോങ് ടേം ബ്ലൂ പ്രിന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഡിസയേർഡ് ഇമേജ്. ഓക്കെ, ഇപ്പൊ അടുത്ത് നമ്മുടെ ഏറ്റവും ഈ പറയുന്ന ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആരാ? രത്തൻ ടാറ്റ അല്ലെ. രത്തൻ ടാറ്റയെ സംബന്ധിച്ച് നമുക്ക് പല രീതിയിലും ബിസിനസ് ചെയ്യാം അല്ലെ. പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ച് ബിസിനസ് ചെയ്യാം, സൊസൈറ്റിക്ക് കൂടി എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിയിലും എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാം. സോ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളത് ആരുടെ ചോയ്സ് ആണ്? ബിസിനസ് മാൻ്റെ ചോയ്സ് ആണ്. രത്തൻ ടാറ്റയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പുള്ളിക്കും ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് വേണം, പ്ലസ് സൊസൈറ്റിക്കും എന്ത് വേണം? പ്രോഫിറ്റും കാര്യങ്ങളും വേണം എന്നുള്ളതാണ് പുള്ളി വിചാരിച്ചത്. സോ ഡിസയേർഡ് ഇമേജ്. സോ എന്താ ഞാൻ പറഞ്ഞത്? സ്ട്രാറ്റജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ലോങ് ടേം ബ്ലൂ പ്രിന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിസയേർഡ് ഇമേജ്. പിന്നെന്താണ്? ഡിസയേർഡ് ഡയറക്ഷൻ. ഡിസയേർഡ് ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? ആഗ്രഹിക്കുന്ന രീതിയിൽ, എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കറിയാവുന്ന ഒരു ഫോണല്ലേ നോക്കിയ എന്ന് പറയുന്ന ഫോണ്. നല്ല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയുള്ള നോക്കിയ എന്ന് പറയുന്ന ഫോണ് ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ വേറെ പല ഫോൺസും വന്നിട്ട് അല്ലെ, സ്മാർട്ട് ഫോൺസും ടെക്നോളജിയൊക്കെ അത്രയും അടിപൊളിയുള്ള ഫോൺസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് സംഭവിച്ചു? അവരുടെ സെയിൽസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. സോ ആ സാഹചര്യത്തിനകത്ത് അവരെന്ത് ചെയ്യും? അവരവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കും. അതൊരു സ്ട്രാറ്റജിയാണ്. കാരണം ഒരു ചെലവും ഇല്ലാത്ത ഫോൺ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ഡിസയേർഡ് ഡെസ്റ്റിനേഷൻ, വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു. ഇനിയും ഈ പറയുന്നത് പോലെ തന്നെ ഫോൺ ഇറക്കണോ, അതോ എന്ത് ചെയ്യണോ? നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യണോ? സോ എന്തൊക്കെ പറഞ്ഞു? ഡിസയേർഡ് ഇമേജ്, ഈ പറയുന്നത് ഡിസയേർഡ് ഡയറക്ഷൻ ആൻഡ് ഡിസയേർഡ് ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. എവിടേക്കാണ് അവർ എത്തിച്ചേരേണ്ടത് എന്നുള്ള കാര്യം കൂടെ അതിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു CA സ്റ്റുഡൻസ് ആണ് അല്ലെ. CA സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് ഈ ക്ലാസ്, തിയറി ക്ലാസ് ഇത്രയും ഈ പറയുന്നത് പോലെ തന്നെ ബോറടിയുള്ള ക്ലാസ് അല്ലേ. ചുമ്മാ പറഞ്ഞതാണ്, ബോറടിയുള്ള ക്ലാസ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ ഈ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. എന്നാലും നിങ്ങൾ ആണ് ഇത്രയും അധികം ഡിറ്റർമൈൻഡ് ആയിട്ട്, ഇത്രയും അധികം സിൻസിയർ ആയിട്ട് ഏത് പാതിരാത്രിക്ക് ഇരുന്ന് നിങ്ങൾ ഈ ക്ലാസ് കാണും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, BCom സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലോ അവർ കാണുമോ? കാണാൻ ചാൻസ് ഇല്ല അല്ലേ. എക്സാമിന് തലേന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് എല്ലാ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആസ് എ CA സ്റ്റുഡൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് അറിയാം. സോ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. സോ അതാണ് സംസാരിക്കുന്നത് ഡിസയേർഡ് ഡെസ്റ്റിനേഷൻ, വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. മനസ്സിലാവുന്നുണ്ടോ? സോ ഒപ്പം പറഞ്ഞ് സ്ട്രാറ്റജി മേ ബി ഡിഫൈൻഡ് ആസ് ദ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഡിസയേർഡ് ഇമേജ്, ടാറ്റയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഡിസയേർഡ് ഡയറക്ഷൻ, നോക്കിയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഡിസയേർഡ് ഡെസ്റ്റിനേഷൻ. സെറ്റാണോ? ഓക്കെ ആണോ? സോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് ഒന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. ജസ്റ്റ് പോസ് ചെയ്തിട്ട് എന്താണ് സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങൾ പഠിച്ചോ. നെക്സ്റ്റ് നമുക്ക് എന്താ സംസാരിക്കുന്നത്? സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന വീഡിയോ കാണുന്ന അക്ഷയ് എന്ന് പറയുന്ന കുട്ടി, ഓക്കെ അക്ഷയ് എനിക്ക് ഉണ്ട് കേട്ടോ, എനിക്ക് നിങ്ങളുമായിട്ട് ഐ കോണ്ടാക്ട് ഉണ്ട്, ഞാൻ അക്ഷയിനെ കാണാം. അക്ഷയ് എന്ത് ചെയ്തു? അക്ഷയ് ഒരു ഓൺലൈൻ ആയിട്ടല്ല, ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. അക്ഷയ് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു.
ഹോട്ടൽ, ഓക്കെ, അക്ഷയ് മന്തി ഹൗസ് എന്നുള്ള രീതിയിലുള്ള ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കാണ് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു തിങ് അവിടെ നടന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പം കോവിഡ് വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? കോവിഡ് വന്നു. എടാ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അടച്ചുപൂട്ടൊന്നും പറഞ്ഞേക്കല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് പോസിറ്റീവ് തിങ്സ്. ഓക്കെ, സോ പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ തന്നെ ജസ്റ്റ് എൻ്റെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് കാരണം പറഞ്ഞും പോയി അല്ലെ. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഹോട്ടലിനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം? ഓൺലൈൻ ഡെലിവറി അല്ലേ. ഓൺലൈൻ ആയിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡൈനിങ് അലൗഡ് അല്ല. ഡൈനിങ് അലൗഡ് അല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ബിസിനസ് കുറയും. സോ ബിസിനസ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബിസിനസ് കുറയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഓൺലൈൻ ഡെലിവറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലത്തെ ഭയങ്കര റിജിഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണോ? അല്ല. സ്ട്രാറ്റജി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന? ഇറ്റ് ഈസ് ഫ്ലെക്സിബിലി ഡിസൈൻഡ് ആൻഡ് പ്രൊവൈഡ്സ് ഇന്റഗ്രേറ്റഡ് ഫ്രെയിംവർക്ക്. കൂട്ടിച്ചേർന്നിട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു ഫ്രെയിംവർക്കാണ്. കൂട്ടിച്ചേർത്തുള്ള ഫ്രെയിംവർക്കാണ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എടാ എനിക്കിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം മതിയോ? വേണ്ട. പൈസ വേണ്ടേ? എനിക്ക് ഇന്റേണൽ ആയിട്ട് എനിക്ക് എന്ത് വേണം? എനിക്ക് ഈ പറയുന്നത് പോലെ തന്നെ കുറച്ച് സ്ട്രെങ്ത് കാര്യങ്ങൾ വേണം. സ്ട്രെങ്ത് മാത്രം മതിയോ? ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയിലാണ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെരിന്തൽമണ്ണ കുറേ അധികം റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു സ്പേസ് ആണ്. ഈ സ്പേസിനകത്ത് ഞാൻ വീണ്ടും ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് സംഭവിക്കും? ബിസിനസ് ഉണ്ടാവുമോ? ബിസിനസ് ഉണ്ടാവില്ല. സോ ഞാൻ അതിനുള്ള മാർക്കറ്റ്, ആ ഹോട്ടൽ അവിടെ തുടങ്ങാനായിട്ടുള്ള ചാൻസ്, ഹോട്ടൽ തുടങ്ങിയാൽ അവിടെ എനിക്ക് കസ്റ്റമേഴ്സ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയാവോ? SWOT അനാലിസിസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? വിളിക്കും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്സ്. എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ കയ്യിൽ എനിക്ക് നല്ല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് അറിയാം. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സ്ട്രെങ്ത് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു കാർ കമ്പനി, അവരുടെ കയ്യിൽ നല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, നല്ല രീതിയിലുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ പൂട്ടിപ്പോയി. വൈ? ബിക്കോസ് അവർക്ക് ഇവിടെ കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായില്ല. ഏതാ കമ്പനി? നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവും. ഫോർഡ് എന്ന് പറയുന്ന കമ്പനി. ഫോർഡ്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ പറയുന്നത് പോലെ തന്നെ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓക്കെയാണ്. എന്തൊക്കെയാ പറഞ്ഞേ? ഇറ്റ് ഈസ് ഫ്ലെക്സിബിലി ഡിസൈൻഡ്. ഓക്കെ, ഫ്ലെക്സിബിലി ഡിസൈൻഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആൻഡ് പ്രൊവൈഡ്സ് ആൻ ഇന്റഗ്രേറ്റഡ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഫ്രെയിംവർക്ക് ഫോർ ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ഇതൊക്കെ ആരാ ഈ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാറാ? ടോപ്പ് മാനേജ്മെന്റ്. ഇപ്പോ ഈ പറയുന്ന റിലയൻസിനെ സംബന്ധിച്ച് മുകേഷ് അംബാനിയാണ് ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ഇപ്പോൾ അക്ഷയുടെ ഹോട്ടലിനെ സംബന്ധിച്ച് ആരാണ് ടോപ്പ് മാനേജ്മെന്റ്? അക്ഷയ് ആണ് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റിന്റെ ഉള്ളിലുള്ള ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്? സ്ട്രാറ്റജി എന്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ജസ്റ്റ് നമുക്ക് അടുത്ത ഒരു ഇമേജിലോട്ട് പോവാം. ഓക്കെ, കുറേ ഇമേജസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ ഇമേജസ് ഈ പറയുന്നത് പോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലത്തെ ഒരു 1 മിനിറ്റ്. ഫസ്റ്റ് ഇമേജ് ഏതാ നമ്മൾ നോക്കുന്നത്? ഓക്കെ, ഹൃദയം മൂവി അല്ലേ. ഹൃദയം മൂവിലത്തെ ഈ പറയുന്നത് പോലെ തന്നെ ബൺ പൊറോട്ട. ഹൃദയം മൂവിലത്തെ ബൺ പൊറോട്ട ആക്ച്വലി എന്താണ്? അതായത് ബൺ പൊറോട്ട ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ചായക്കട അല്ലേ, അങ്ങനെയല്ലേ, ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട, അങ്ങനെയൊക്കെ ഭയങ്കര ഫേമസ് ഒക്കെ ആയിരുന്നു. സോ ഈ ബൺ പൊറോട്ട എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന എക്സ്റ്റേണൽ, പുറത്തുള്ള ഒരു എൻവയോൺമെന്റിനെ സംബന്ധിച്ച് അവിടെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ്. എന്നെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അക്ഷയ്ക്ക് ഒരു ഹോട്ടലുണ്ട്. അക്ഷയ് ഹോട്ടലിനകത്ത് ഇപ്പൊ ബൺ പൊറോട്ട ഭയങ്കര ഫേമസ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? ബൺ പൊറോട്ട ഒരു ഡിഷായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ടോപ്പ് മാനേജ്മെന്റിന് ഈ പറയുന്നത് പോലെ തന്നെ സ്ട്രാറ്റജി എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്തു? സെർച്ച്, ഇവാലുവേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദ ഓപ്പർച്യൂണിറ്റീസ്. ഓൾറെഡി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് സെർച്ച് ചെയ്യുക, പിന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യാം. ചുമ്മാ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലായിട്ട് മാത്രം കാര്യമില്ല. ഈ ബൺ പൊറോട്ട ഉണ്ടാക്കാനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ടോ? ബൺ പൊറോട്ട ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് എക്സ്പ്ലോയിറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഇന്നുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എടുക്കുക. സോ അതാണ് സെർച്ച്, ഇവാലുവേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്റ്റേണൽ. പിന്നെ അടുത്ത ഒരു കാര്യം എന്താ? പെർസീവ് ത്രെറ്റ്സ് ആൻഡ് മീറ്റ് ഇറ്റ്. ഓക്കെ,
നമ്മുടെ അടുത്ത് എന്തെങ്കിലും നമ്മുടെ അപ്പോൾ പുതിയൊരു കോമ്പറ്റേറ്റർ കടന്നു വരുവാണ്. ആരാ പുതിയ കോമ്പറ്റേറ്റർ? ജിയോ കടന്നു വരുവാണ്. ജിയോ കടന്നു വരുമ്പോൾ അതെന്താണ്? നമ്മളെ സംബന്ധിച്ചൊരു ത്രെറ്റാണ് അല്ലേ? വോഡാഫോണിനെ സംബന്ധിച്ച്, ഐഡിയയെ സംബന്ധിച്ച്, എയർടെലിനെ സംബന്ധിച്ച് അതൊരു ത്രെറ്റാണ്. സോ ആ ത്രെറ്റിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യാം. അതുകൊണ്ടല്ലേ വോഡാഫോണും ഐഡിയയും കൂടി ഒത്തുചേർന്ന് അല്ലേ ഈ പറയുന്ന പോലെ ജിയോനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തുചേർന്ന്, അതേപോലെ തന്നെ അവരവരുടെ പ്ലാൻസ് ജിയോന്റെ ഈ പറയുന്നത് പോലെ തന്നെ പ്ലാൻസുമായിട്ട് ചേർത്ത് നിർത്തിയത്. സോ അതൊക്കെയാണ് രണ്ടാമത്തെ പോയിന്റ്, പെർസീവ് ദ ത്രെറ്റ്സ് ടു മീറ്റ് ഇറ്റ്. നെക്സ്റ്റ് എന്താ? മേക്ക് ഫുൾ യൂസ് ഓഫ് സ്ട്രെങ്ത് ഓർ റിസോഴ്സസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. അക്ഷയിന്റെ ഹോട്ടലാണ്. അക്ഷയിന്റെ ഹോട്ടലിനകത്ത് പാർക്കിംഗ് ഫെസിലിറ്റി കുറവാണ്. ഓക്കെ, അതായത് ഇപ്പോൾ മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി പോയിച്ചാൽ നമ്മൾ ജസ്റ്റ് കാറൊക്കെ ഇട്ടു വെച്ചാൽ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഈ പറയുന്ന പോലെ കാറൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം, ബുദ്ധിമുട്ടല്ലേ? അപ്പോഴാണ് അക്ഷയിന് ഒരു തോട്ട്, ഓക്കെ എൻ്റെ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ട് അല്ലേ. സോ ബേസിക്കലി അടുത്ത് കിടക്കുന്ന പറമ്പ്, അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കിടക്കുന്ന പറമ്പ് വേറൊരാളുടെയാണ്, പക്ഷെ എന്നാലും നമ്മളൊരു ഭയങ്കര ഒരു വലിയൊരു സംഖ്യ ഓഫർ ചെയ്തു വെച്ചാൽ പുള്ളി എന്ത് ചെയ്യും? അക്ഷയ്ക്ക് തരും. സോ അക്ഷയ് എന്ത് ചെയ്തു? അക്ഷയുടെ കയ്യിലുള്ള പൈസ ഈ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ മാക്സിമൈസ് ചെയ്യാം, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗ്രോത്ത് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. അതാണ് മേക്ക് ഫുൾ യൂസ് ഓഫ് സ്ട്രെങ്ത് ഓർ റിസോഴ്സസ്. ഇത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഓഫ്സെറ്റ് ദ കോർപ്പറേറ്റ് വീക്ക്നെസ്സസ്. ഓക്കെ, കോർപ്പറേറ്റ് വീക്ക്നെസ്സസിനെ നമുക്ക് എങ്ങനെ ഓഫ്സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ച് വീക്ക്നെസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു കാര്യം കൂടെ, ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. നിങ്ങളെ സംബന്ധിച്ച വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. ഓക്കെ, എന്താ സംഭവം? ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലത്തെ ചാർജ് അല്ലേ, ചാർജ് ഈ പറയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാർജ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജിലിടണം അല്ലെ, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. സോ ഈ പറയുന്ന ഇഷ്യൂ ഇപ്പോൾ ഐഫോണിനെ സംബന്ധിച്ച് സാംസങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുന്നുണ്ട്. സോ ആ സമയത്ത് ഐഫോണിന് എങ്ങനെ ഇതിനെയൊക്കെ ടാക്കിൾ ചെയ്യാം? ഓഫ്സെറ്റ് ദ കോർപ്പറേറ്റ് വീക്ക്നെസ്സസ് ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്. വലിയ ഓർഗനൈസേഷൻസ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. വലിയ ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഓക്കെ, റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേഷൻ എന്നൊക്കെ വിളിക്കും. ഓക്കെ, കോർപ്പറേഷൻ എന്നുള്ള രീതിയിലൊക്കെ വിളിക്കും. സോ റിലയൻസിനെ സംബന്ധിച്ച് മൊത്തത്തിൽ കോർപ്പറേറ്റ് ലെവലിലും ഒരു സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ റിലയൻസിന് ഡിഫറെന്റ് എന്തുണ്ടായിരിക്കും? ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? റിലയൻസിന് എന്തൊക്കെയുണ്ട്? ട്രെൻഡ്സ് ഉണ്ട് അല്ലെ, ട്രെൻഡ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. നയാര പെട്രോൾ പമ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ റിലയൻസിനെ സംബന്ധിച്ച് വേറെയും പല രീതിയിലുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും, ജിയോ ഉണ്ട്. സോ ഈ പറയുന്ന ഓരോ ലെവലും, അതായത് ഇത് കോർപ്പറേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, ഓരോ ബിസിനസ്സിലുള്ള ലെവലിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ബിസിനസ് ലെവൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയാം അവിടെ? ഡിവിഷണൽ ലെവൽ എന്നുള്ള രീതിയിൽ വിളിക്കും. ഈ ഓരോന്നിനും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ഫങ്ഷണൽ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഫങ്ഷണൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ജിയോനെ സംബന്ധിച്ച് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവും? ഫിനാൻസ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. ആരെ നമ്മൾ ഈ അംബാസിഡർ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ, ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തീരുമാനിക്കുക, മാർക്കറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. സോ ഈ ഓരോ ലെവലിനെയും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫങ്ഷണൽ ലെവൽ. സോ കോർപ്പറേറ്റ് ആയി, ഡിവിഷണൽ ഓർ ബിസിനസ് ലെവലായി, ഫങ്ഷണൽ ലെവലായി. വലിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ 3 ലെവൽസിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്നത് ഡിസൈൻ ചെയ്യും. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? സ്ട്രാറ്റജി. എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് ടേം ബ്ലൂ പ്രിന്റ് ആണ്. എന്തിന്റെ? 3D ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഡിസയേർഡ് ഇമേജ്, ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. ഓക്കെ, പിന്നെ എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ. ഫ്ലെക്സിബിൾ ആണ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ്. എന്തിനൊക്കെ ടോപ്പ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു? സെർച്ച്, ഇവാലുവേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. ഓപ്പർച്യൂണിറ്റീസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യമാണ്. പെർസീവ് ദ ത്രെഡ്സിനെ ഈ പറയുന്നത് പോലെ തന്നെ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. മേക്ക് ഫുൾ യൂസ് ഓഫ് ദ സ്ട്രെങ്ത് ഓർ റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള സ്ട്രെങ്ത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. കൗണ്ടർ ദ ത്രെറ്റ്സ്,
corporate or offset the weakness. Okay, offset the corporate weakness, offset the corporate weakness. So ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ വി ഡിസ്കസ് റിഗാർഡിംഗ് ദ ലാർജ് ഓർഗനൈസേഷൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3 ലെവൽസിൽ അല്ലേ, എന്തൊക്കെ ലെവൽസിലാണ്? കോർപ്പറേറ്റ് ലെവൽ, ഡിവിഷണൽ ലെവൽ ആൻഡ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യും. ജസ്റ്റ് ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി നമുക്ക് അടുത്ത കോൺസെപ്റ്റിലോട്ട് പോകാം.